മക്കളുടെ ബർക്കത്ത് 5 കാര്യമാണ്. ആ 5 കാര്യം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട തന്നെയാണ്. മക്കളുടെ ബർക്കത്ത് പറഞ്ഞ 5 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ മക്കൾ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. ആഗ്രഹിച്ച് കിട്ടിയാലേ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. ആഗ്രഹിക്കാത്ത കിട്ടിയ ഒരു സാധനത്തിനും ബർക്കത്ത് പറയും. ഒരാൾക്കൊരു വിഷയത്തോട് ആഗ്രഹം വേണം, അപ്പോഴാണ് ബർക്കത്ത് ഉണ്ടാവുക. മക്കളോട് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാണ്, അപ്പം ആഗ്രഹിച്ച് കിട്ടിയാൽ ബർക്കത്ത് ഉണ്ടാവും. നമ്മളെ മക്കൾ ആഗ്രഹിച്ച് കിട്ടിയത് തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടി വരും. എന്നൊക്കെ ചെക്കന്മാരൊക്കെ കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം 3 കൊല്ലത്തിന് കുട്ടി വേണ്ടെന്നാണ്. അപ്പം കിട്ടിയാൽ പിന്നെ എങ്ങനെ ബർക്കത്തുണ്ടാവുക? വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കിട്ടിയത്. വേണമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ കിട്ടിയാലേ ബർക്കത്തുണ്ടാവുള്ളൂ. ആഗ്രഹിച്ച് കിട്ടിയതല്ല. ഇതന്നെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ ബർക്കത്തുണ്ടാവാൻ രണ്ടാമതായി ചെയ്യേണ്ടത് ഉദ്ദേശ ലക്ഷ്യത്തിനനുസരിച്ചുള്ള പേരിടണം. കുട്ടികളെ കൊണ്ട് എന്താ ഉദ്ദേശിച്ചാൽ അതിനനുസരിച്ചുള്ള പേരിടണം. കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഓനെ ഹാഫിളാക്കായിരുന്നു എന്ന് ആലോചിക്കല്ല. ആദ്യം തന്നെ ഹാഫിളാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പേരിടണം. അങ്ങനെയാണ് ഉദ്ദേശത്തിനനുസരിച്ച്. അതിന് കുട്ടിയൊക്കെ പേരിടുന്നോടത്ത് മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മളെ പീടിയൊക്കെ പേരിടുകയാണെങ്കിലും ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം. ഇനി കോഴിക്കടക്ക് പേരിടുകയാണെങ്കിലും ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം. പേരിനനുസരിച്ചാണ് ഉണ്ടാവുക. പേര് പോയാൽ എല്ലാം പോയി. അങ്ങനെയാണ്. ഹോട്ടലിൽ കയറുമ്പോൾ ആദ്യം പേര് നോക്കണം. ബർക്കത്തുള്ള പേരാണെങ്കിൽ കയറാം, അവിടെ ബർക്കത്തുണ്ടാവും. സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ പേരൊന്നും ആദ്യം നോക്കണം. ബർക്കത്തുള്ള പേരാണെങ്കിൽ എല്ലാത്തിനും ബർക്കത്തുണ്ട്. ഒരാളെ കണ്ടാൽ പേര് ചോദിക്കണം. 2 കാര്യമുണ്ട്. ഒരു കാര്യം എന്താ വെച്ചാൽ ബർക്കത്തുള്ള പേരാണോ അല്ലേന്ന് അറിയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ദുനിയാവിൽ നിന്ന് പേര് ചോദിച്ച എല്ലാവരെയും മഹ്ശറിൽ നിന്ന് കാണാൻ അവസരം ഉണ്ടാവുന്നതാണ്. ദുനിയാവിൽ നിന്ന് കണ്ടുമുട്ടുമ്പോൾ പേര് ചോദിച്ച എല്ലാ ആൾക്കാരെയും മഹ്ശറിൽ നിന്ന് കാണാൻ അവസരം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഒരാളെ കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവരും കൂടിയും പേര് ഓർക്കാനൊന്നും കഴിയൂല. എന്നാലും വെറുതെ ഒന്ന് ചോദിക്കണം, എന്താ പേര്, നല്ലതാണ്. അപ്പോൾ പേര് വളരെ പ്രധാനമാണ്. ലക്ഷ്യത്തിനനുസരിച്ച പേരിടുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ് എന്ന് കരുതിയിട്ടിടണം. ഉമർ ഖത്താബിന്റെ പേരാണ് എന്ന് കരുതിയിടണം. വല്യാപ്പാന്റെ പേരാണെന്ന് കരുതിയിട്ടാൽ വല്യാപ്പാന്റെ ഗുണം ഉണ്ടാവുള്ളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരാണെന്ന് കരുതിയിട്ടാലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരാണെന്ന് കരുതിയിട്ടാലേ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ അങ്ങനെയൊന്നുമല്ല നോക്കൽ. ഉമ്മാൻ്റെ പേരിന്ന് 1 അക്ഷരവും വാപ്പാൻ്റെ പേരിന്ന് 2 അക്ഷരം എടുത്തിട്ട് ഒരു പുതിയ പേരുണ്ടാക്കി. അപ്പോൾ ഹം ഹിം ഹും എന്ന് കിട്ടിയാൽ അതന്നെ. എന്നിട്ട് പിന്നെ പള്ളിക്കത്തെ ഉസ്താദിനോട് വന്നിട്ട് ചോദിക്കും, ഉസ്താദെ ഹം ഹിം ഹും എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഏത് ഡിക്ഷണറി തിരഞ്ഞാൽ അതിൻ്റെ അർത്ഥം കിട്ടും. ഒരു സംഗതി അറബിയിലുള്ളൊരു വാക്കാണെങ്കിലും തിരഞ്ഞാൽ കിട്ടുള്ളൂ. എന്നാൽ പിന്നെ അറബിയിൽ അങ്ങനെ ഒരു വാക്കില്ല എന്ന് പറഞ്ഞാൽ മൂപ്പര് മോശക്കാരനായി. അറബിയിലില്ല അത്രയും. എന്താ അപ്പോൾ ഹാ എന്നുള്ളത് അറബിയല്ലേ, ഹീ എന്നുള്ളത് അറബിയല്ലേ, ഹൂ എന്നുള്ളത് അറബിയല്ലേ എന്നാ മൂപ്പര് ചോദ്യം. ഹാ ഹീ ഹൂ എന്ന് അറബി അയച്ചിട്ട് അറബിയിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടാവുമെന്നില്ല. അതെല്ലാ ഭാഷയിലുണ്ട്. മലയാളത്തിലുണ്ട്. മലയാളത്തിലുണ്ട്. അങ്ങനെ ചെന്തുക്കാരൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? പോത്താമ്പി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? അതൊന്നും കിട്ടൂല. മലയാളം എന്നാൽ പോ എന്നുള്ളത് മലയാളം അല്ലേ ചോദിച്ചാൽ അത് മലയാളം തന്നെയാണ്. അതിനർത്ഥം ഉണ്ടാവില്ല. അങ്ങനെ കുറേ വാക്കുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കൂട്ടി കണിച്ചാണ്ട് ഒരു വാക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ അർത്ഥം ആലോചിച്ചെടുക്കണേക്കാൾ നല്ലത് എത്ര നന്ന് പതി നിങ്ങളുടെ പേരിലുണ്ടോ തിരഞ്ഞു നോക്കിയാൽ. ഇപ്പോൾ പിന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ പഴയ പേരുകളൊക്കെ മടങ്ങി വരുന്നുണ്ട്. ആമിന, ആയിഷ, അങ്ങനെ മൈമൂന, ഫാത്തിമ. എന്നാലും നമ്മൾ ഫാത്തിമ ബീവിൻ്റെ പേരാണെന്ന് കരുതിയിടൂല. പുതിയ ഫാഷനാണെന്ന് കരുതിയിട്ടിടുള്ളൂ. ലക്ഷ്യം വളരെ പ്രധാനമാണ്. ലക്ഷ്യത്തിനനുസരിച്ച് പേരിടണം. അപ്പോൾ ഇടണമൊക്കെ ആമിന തന്നെയാണെങ്കിൽ പോലും ആമിന എന്നിടുമ്പോഴും ഇപ്പം അതാണ് ഫാഷൻ എന്ന് കരുതിയിട്ടാട്ടുന്നത്. അല്ലാതെ ആമിന ബീവിൻ്റെ പേരാണെന്ന് കരുതിയിട്ടോ ഫാത്തിമ ബീവിൻ്റെ പേരാണെന്ന് കരുതിയിട്ടോ അല്ല ഇടുന്നത് എന്നതാണ് പ്രശ്നം. അപ്പോൾ രണ്ടാമത്തത് ഉദ്ദേശങ്ങൾക്കനുസരിച്ച് പേരിടണം. മൂന്നാമത്തെ കാര്യം കുടുംബജീവിതം ബർക്കത്തുണ്ടാവാനും അതന്നെ പ്രധാനമാണ്. മക്കളിൽ ബർക്കത്തുണ്ടാവാനും അതന്നെയാണ്. ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കൊടുക്കണം എന്നതാണ് മൂന്നാമത്തെ കാര്യം. ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം ത്വയ്യിബാവണം. ഭക്ഷണം ഹലാലായാൽ പോരാ, ത്വയ്യിബാവണം. എല്ലാ ഹലാലും ത്വയ്യിബാവില്ല. ജീവൻ നിലനിൽക്കാൻ വേണ്ടി പന്നിമാംസം തിന്നൽ ഹലാലാകും, ത്വയ്യിബാവില്ല. ജീവൻ നിലനിൽക്കാൻ ഒരാൾക്ക് വേറെ വഴിയൊന്നുമില്ല. ഒരു ചത്ത പന്നി അടക്കുന്നുണ്ട്, അതിൻ്റെ ഇറച്ചി തിന്ന ഹലാല, ത്വയ്യിബാവില്ല. അത് അങ്ങനെ ത്വയ്യിബാവുക. ത്വയ്യിബാണെങ്കിൽ കുറച്ച് പണിയുണ്ട്.
അപ്പം അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബാവണം. നമ്മളെ വരുമാനങ്ങളൊക്കെ തൊയ്യിബ് തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കണം. അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ തൊയ്യിബാവില്ല. യത്തീമിൻ്റെ മുതൽ പറ്റിച്ചത് തൊയ്യിബാവില്ല. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയത് തൊയ്യിബാവില്ല. റോട്ടുമെന്ന് ഇങ്ങോട്ട് തിരക്കിയത് തൊയ്യിബാവില്ല. അങ്ങേപ്പുറത്തുള്ളവൻ്റെ അതിര് നീക്കിയത് തൊയ്യിബാവില്ല. അതൊന്നും തിന്നിട്ട് മക്കളും കുട്ടികളും നേരാവില്ല, ഭാര്യ നേരാവില്ല, മക്കൾ നേരാവില്ല. തൊയ്യിബായ ഭക്ഷണം കൊടുക്കാതെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവില്ല. തൊയ്യിബായ ഭക്ഷണം വളരെ പ്രധാനമാണ്. അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ ബർക്കത്തില്ല. പെണ്ണുങ്ങളെ ഇഷ്ടമില്ലാതെ ഓളെ കമ്മൽ വിറ്റത് ബർക്കത്തില്ല. സ്ത്രീകളുടെ ഇഷ്ടമില്ലാതെ ആഭരണം എടുത്ത് വിറ്റാൽ ബർക്കത്തുണ്ടാവില്ല. ജായിസൊക്കെ തന്നെ ഇക്കാരം ചിലപ്പം, പക്ഷേ ബർക്കത്തുണ്ടാവില്ല. എല്ലാ ജായിസായി എഴുതിയിട്ട് ബർക്കത്തുണ്ടാവില്ല. 5 വക്തിനും പള്ളിക്ക് കൂടും. സുബഹിക്ക് ജമാഅത്തിന് മുടങ്ങാതെ പങ്കെടുക്കും. സുബഹി ജമാഅത്ത് കഴിഞ്ഞിട്ട് ഒരു പേജ് ഖുർആൻ ഓതും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് തുറന്നിച്ചിങ്ങാണ്ട് ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാനിൽ നിന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വെക്കും. തൊയ്യിബാവില്ല. തന്നെ സംഗതി തന്നെ ഞാൻ പറഞ്ഞ കാര്യം. ഞാൻ കുറേ ആയിട്ട് അന്വേഷിച്ചെടുക്കാണ് എന്താ ഇപ്പോൾ ഈ ബിരിയാണി ഉപ്പേരി ബിരിയാണി എന്നാത്തത്. ഓലെന്തൊക്കെ കാരണം പറയാം. അതിൻ്റെ ചൂരും മണക്കൂടിയും കേട്ടാൽ പിന്നെ വേണ്ടാന്ന് തോന്നുകയാണ്. എപ്പോഴും ബിരിയാണി തന്നെ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയും. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടെത്തിയൊരു കാരണം എന്താ വെച്ചാൽ ഇറച്ചി നല്ലോണം കഴുകിയിട്ടുമില്ല, ഉള്ളി നല്ലോണം കഴുകിയിട്ടുമില്ല. അത് ഇക്കാരണം എനിക്ക് തോന്നുന്നത്. ഇനി ഏതെങ്കിലും ബിരിയാണി ഉപ്പേരി അതിന് അങ്ങനെ അല്ലാതെ ഉണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ കാറ്റ് വെച്ചാനൊന്നും നിൽക്കണ്ട. സംഗതി പിന്നെ എൻ്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് അവനാണ് തിന്നാൻ പറ്റിയത് വേറാക്ക് കൊടുക്കണം. അവനാ തിന്നുന്ന സാധനമാണ് വേറാക്ക് കൊടുക്കേണ്ടത്. അവനാണ് തിന്നാൻ പറ്റാത്തത് എങ്ങനെ വേറാക്ക് കൊടുക്കുക? ദണ്ണം കേടുണ്ടായിട്ടാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞിരുന്നു ഒഴിവാണ്. പക്ഷെ ദണ്ണം കേടൊന്നും ഉണ്ടായിട്ടല്ല. ചിലപ്പോൾ നമുക്ക് തിന്നാൻ പറ്റാത്ത കൊടുക്കുക. അതിൽ അജിനമോട്ടോ നല്ലോണം കിലോ കണക്കിന് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ അവന് വേണ്ട. ആ ഔത്തുനിന്ന് കഞ്ഞിനെള്ളം ഉണ്ടെങ്കിൽ ശേഷം തന്നാൽ മതി. അതിൽ മറ്റേ സാധനം ഇട്ടിട്ടില്ലല്ലോ. അതാണ് സംഗതി. എല്ലാം ഒന്നുമല്ല. ഇപ്പോൾ ഇതിൽ അജിനമോട്ടോ നല്ല ഇട്ടിട്ടുണ്ട്. എന്തേ ആരാ ഒപ്പേരെന്ന് ചോദിക്കേണ്ട 4 ആൾ, 4 അല്ല അടുത്തടുത്ത് വെക്കാൻ കിട്ടുള്ളൂ. അതാണ് സംഭവം. അപ്പോൾ പിന്നെ ഔത്തത്തെ കഞ്ഞിവെള്ളത്തിൽ ആ കുഴപ്പമുണ്ടാവില്ല. അതോനറിയാം. അതുകൊണ്ടാണ് ഔത്തുനിന്ന് കഞ്ഞിവെള്ളം. അവനാണ് നിന്നാൻ പറ്റിയതാ വേറെ കൊടുക്കുക. ഇത് അവനാണ് നിന്നാൻ പറ്റാത്ത കോലത്തിൽ. എന്നിട്ട് പിന്നെ അതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് പിന്നെ 250 റുപ്യ കുട്ടികൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി മദ്രസയ്ക്ക് ഓൻ്റെ ഈ പറ്റിച്ച മുതലിട്ടിട്ട് വേണമല്ലോ. മദ്രസക്ക് ഓൻ്റെ 250 ഇട്ടായിട്ട് ഇവിടെ ആകെ പ്രശ്നത്തിലാണ്. അതൊന്നും വേണ്ട. കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യം ചെയ്യേണ്ട കാര്യം അവനാൻ്റെ പെണ്ണേക്കും കുട്ടിയേക്കും തിന്നാൻ കൊടുക്കുന്നത് ഹലാലും തൊയ്യിബായിരിക്കണം. ഹലാലായാൽ പോരാ, തൊയ്യിബാവണം. ദൂർസ്കാരം കഴിഞ്ഞിട്ട് പെരേക്ക് ഇങ്ങനെ പോകുമ്പോൾ കുഞ്ഞാമ്മേൻ്റെ തൊടുന്ന് മൂവാണ്ടമ്മൂച്ചി റോട്ടുമൊക്കെ ചാഞ്ഞിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പച്ചമാങ്ങ വീണെടുക്കുന്നുണ്ട്. അതൊന്ന് എടുത്തുകൊണ്ടിങ്ങാണ്ട് മീന്തലിട്ടുങ്ങാണ്ട് ചമ്മന്തി അരച്ചിട്ട് തിന്നു. കുഴപ്പമൊന്നുമില്ല. ആ ഒരു മൂവാണ്ടമാങ്ങ എന്നിപ്പോൾ കുഞ്ഞാമ്മ തിരഞ്ഞെടുക്കണില്ല. ഓനത് ഇഷ്ടമുണ്ടാകും, ഹലാലാകും. തൊയ്യിബാകണമെങ്കിലേ അസറുക്കാരത്തിന് കുഞ്ഞാമ്മിനെ കാണുമ്പോൾ പറയണം, കുഞ്ഞാമ്മതേ എൻ്റെ മൂവാണ്ടമൂച്ചിമെന്നൊരു മാങ്ങ റോട്ടുമ്മക്ക് ചാടിക്കടന്നിരുന്നു, ഞാൻ എടുത്തുകൊണ്ടുപോയിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുഞ്ഞാമ്മത് പറയണം, മയമുട്ടിയെ കൊണ്ടുപോയതും പൊരുത്തപ്പെട്ടു, ഇനി കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോയിക്കളോണ്ടോ അതും പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ സംഗതി. ഓക്കെ, ഇതങ്ങനെയല്ലേ? ഇതെങ്ങനെ വെച്ചാൽ നിങ്ങളിപ്പോൾ കല്യാണത്തിന് പറയാം, ഞാൻ പിന്നെ വരാൻ മറക്കണ്ടെന്നും കരുതിങ്ങാണ്ട് പോന്നതാണ് എന്ന് പറഞ്ഞാണ്ട് തിന്ന ഹലാലാവും, തൊയ്യിബാവൂല. അഭിമാനം പോയാൽ തൊയ്യിബാവൂല. അഭിമാനം നഷ്ടപ്പെട്ടാൽ ഒരു മുതൽ തൊയ്യിബാവൂല. ഭക്ഷണത്തിൽ അത് വളരെ പ്രധാനമാണ്. അഭിമാനം വളരെ പ്രധാനമാണ്. അഭിമാനം അതിന് ക്ഷതം വരും വെള്ളം കുടി, എന്നാലൊഴിക്കും അന്നു ഞാനാ നടപടി. സയ്യിദുനാ ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അഭിമാനമുള്ള ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ, അഭിമാനമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഭക്ഷണത്തിൽ അഭിമാനം വളരെ പ്രധാനമാണ്. നമ്മളെ തൊയ്യിബ് വൈസി ഒരിക്കൽ അനുഭവം പറഞ്ഞു. നമ്മളെ ഐദർ സുസ്താദിൻ്റെ തൊയ്യിബ് വൈസി, SYSൻ്റെ ജില്ലാ പ്രസിഡന്റ് തൊയ്യിബ് വൈസിയുടെ അനുഭവം പറഞ്ഞു. ഒരു ദിവസം പിന്നെ ഒരു ജാമ്യയിൽ പഠിക്കണ കാലത്ത്, പട്ടിക്കാട് കോളേജിൽ പഠിക്കണ കാലത്ത്, അന്ന് ജാമ്യൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച്
രാത്രി പോസ്റ്റർ ഒട്ടിക്കാനും ബാനർ കെട്ടാനൊക്കെ പോകും. പോസ്റ്ററും ബാനറൊക്കെ കെട്ടാൻ വേണ്ടി പോകും. അപ്പം അങ്ങനെ പോയി വരുമ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ക്യാൻറ്റീൻ നടത്തുന്ന ആൾ ചോറെടുത്ത് വെക്കും. ബാനർ കെട്ടാനൊക്കെ പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കും. അപ്പോൾ ഒരു ദിവസം സമ്മേളനത്തോടനുബന്ധിച്ച ദിവസം രാത്രി ഓരിങ്ങനെ പുറത്ത് പോയി ബാനറും പോസ്റ്ററൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ വരുമ്പോൾ നേരം വെക്കി. അപ്പോൾ ഹൈദറുസ് ഉസ്താദ് ക്യാൻറ്റീനിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ തൊയ്യ് പൈസയും ഒപ്പമുള്ള ആൾക്കാരും ക്യാൻറ്റീനിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ ക്യാൻറ്റീനിൻ്റെ നടത്തിപ്പുകാരൻ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ പറഞ്ഞു, ഉത്തരേ ചോറ് കഴിക്കാൻ വരികയാണെങ്കിൽ കുറച്ച് നേരത്തെ വന്ന് ചോറ് കഴിക്കണ്ടേ, മനസ്സിനടങ്ങാറാക്കാൻ. നിങ്ങൾ വന്ന് വേയിച്ച് പോയിട്ട് വേണം മനസ്സിന് പാത്രം എടുത്ത് ചെയ്യാണ്ട് ഒന്ന് പോയി കിടക്കാൻ എന്ന് പറഞ്ഞത് ഹൈദറുസ് ഉസ്താദ് കേട്ടു. തൊയ്യ് പൈസ ഇങ്ങനെ ഉള്ളിലേക്ക് പോയി. ഹൈദറുസ് ഉസ്താദ് പുറത്തേക്കും പോന്നു. ജാമ്യൻ്റെ മുമ്പിൽ വലിയൊരു ചീനിമരമുണ്ട്. ആ ചീനിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു കുട്ടിനെ വിളിച്ചിട്ട്, നിങ്ങൾ തൊയ്യബിനെ അറിയുമോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. തൊയ്യബ് ആ ക്യാൻറ്റീൻ്റെ ഉള്ളിലുണ്ടാവും, വാപ്പ വിളിച്ചുണ്ട് എന്ന് പറയുക. അങ്ങനെ പോയപ്പോൾ തൊയ്യ് പൈസ ഇങ്ങനെ ചോറ് കഴിക്കാൻ ഒരുങ്ങാണ്. വാപ്പ വിളിക്കുന്നുണ്ട് പറഞ്ഞു. വന്നപ്പോൾ ചോദിച്ചു, എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ ചോദിച്ചു. ആ ഉണ്ട് പറഞ്ഞു. എന്നാ ഹോട്ടലിൽ പോയി തിന്നോ പറഞ്ഞു. അഭിമാനം കളഞ്ഞാൽ പിന്നെ ഭക്ഷണം തൊയ്യബാവൂല. ഏറ്റവും നല്ല ഉദാഹരണം, ഭക്ഷണത്തിൽ അഭിമാനമുണ്ടായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. ഇതെന്താ വെച്ചാൽ നമ്മൾ സാധു ആകാൻ അപേക്ഷ കൊടുക്കുക. ഗവൺമെൻറ് പറഞ്ഞു എന്ത്, നിങ്ങൾ മലയാളിയാണ് എന്ന്, വെള്ളക്കാരുടെ. അപ്പോൾ നമ്മൾ വരി എന്ന അപേക്ഷ കൊടുക്കുക, എന്ത് ഫക്കീർ ആവാനുള്ള അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുക. എന്താ നമ്മൾ ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ഫക്കീറായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു രഹസ്യം കിടപ്പുണ്ട്. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗിയാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു രഹസ്യം കിടപ്പുണ്ട്. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ 25,000 ഇങ്ങനെ എല്ലായിടത്തും കൂടി നടന്നിട്ട് കുറച്ച് കായൊക്കെ കിട്ടി, കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ അവിടെ നിന്നൊക്കെ കിട്ടി. അതിങ്ങനെ എണ്ണി വെക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ മടക്കിങ്ങാണ്ട് കീശയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച്, പഠിച്ചോനെ ഈ കൊല്ലത്തെ 25 ലോക്ക്ഡൗണിൽ പെട്ടതിനാൽ എല്ലായിടത്തേക്കും എത്താൻ പറ്റിയില്ല റബ്ബേ, വളരെ നേരത്തെ ഇറങ്ങാനും പറ്റിയില്ല. അടുത്തൊല്ലത്തെ 25 ലോക്ക്ഡൗണൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി തോനെ സക്കാത്ത് തരണേ റബ്ബേ. ഓൻ്റെ കൽബ് എന്താ അതിൻ്റെ അർത്ഥം? അടുത്തൊല്ലത്തെ 25 ഇങ്ങനെ തെണ്ടിക്കണേ എന്നല്ലേ. ഓൻ എന്താ അതൊന്നും മറിച്ച് തോരുന്നൂടെ? പഠിച്ചോനെ ഈ കൊല്ലത്തെ 25,000 ആൾക്കാരുടെ മുമ്പിൽ സക്കാത്തിന് കൈ നീട്ടേണ്ട അവസ്ഥ എനിക്കുണ്ടായി. അടുത്തൊല്ലത്തെ 25,000 സക്കാത്ത് കൊടുക്കാനുള്ള ഒരവസ്ഥ എനിക്ക് നീ തരണേ റബ്ബേ എന്ന് തോർന്നിരുന്നെങ്കിൽ അള്ളാഹു തആല അത് തരായിരുന്നോ? തരുവേ. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ അവൻ ഫക്കീറാവാൻ ആഗ്രഹിക്കുന്നു എന്ന പ്രശ്നം കിടപ്പുണ്ട്. അതുകൊണ്ട് നല്ലോണം നമ്മൾ ആലോചിക്കണം കാര്യങ്ങളെ. ബറക്കത്ത് വളരെ പ്രധാനമാണ്. ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. നമ്മൾ കഴിക്കുന്നതും അങ്ങനെ തന്നെയാണ്, വേറാക്ക് കൊടുക്കുന്നതും അങ്ങനെ തന്നെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും തൊയ്യിബായ ഭക്ഷണമായിരിക്കണം. മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഭക്ഷണവും തൊയ്യിബായ ഭക്ഷണമായിരിക്കണം. വരുമാനം കുറേ ഉണ്ടാവും, ഒക്കെ തൊയ്യിബാവില്ല. വലിയ വലിയ രാജാക്കന്മാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ലോകത്ത്. അമ്പിയാക്കളിൽ തന്നെ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഓലൊക്കെ വജീനത്തിന് വേണ്ടി കൈത്തൊഴിൽ ചെയ്തു. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. ദാവൂദ് നബി അലൈഹി സ്വലാം രാജ്യം ഭരിച്ച ആളാണ്. മഹാനവർകൾ വജീനം കഴിക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ നൂല് കൊണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കാനുള്ള കുപ്പായം പടയങ്കി ഉണ്ടാക്കിയിട്ട് അത് വിറ്റിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. രാജ്യം ഭരിച്ചവരാ സുലൈമാൻ നബി, അവർ വട്ടി നെയ്ത ജീവിതം യാ സാഹിബി. സുലൈമാൻ നബി അലൈഹി സ്വലാം ലോകം ഭരിച്ച രാജാവാണ്. കൊട്ടയുണ്ടാക്കിയാണ് മഹാനവറുകൾ ജീവിച്ചിരുന്നത് എന്ന് കാണാം. അപ്പം അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബായിരിക്കണം. എന്നാലേ മക്കൾ നേരാവുള്ളൂ, എന്നാലേ ഭാര്യ നേരാവുള്ളൂ, ഭർത്താവ് നേരാവുള്ളൂ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നല്ലവർക്ക് പോകുള്ളൂ. കണ്ണഞ്ചിരട്ട എടുത്തുങ്ങാണ്ട് അങ്ങാടി കൂടെ തെണ്ടിയിട്ട് ₹1 വാങ്ങിയിട്ട് ജീവിക്കലാണ് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്നർത്ഥം. അപ്പോൾ വരുമാനം ഹലാലായിരിക്കണം, വരുമാനം തൊയ്യിബായിരിക്കണം. 4ാമത്തെ കാര്യം,
ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം, മക്കളിൽ ബറക്കത്തുണ്ടാവാൻ. ദീനിയായ ഇൽമ പഠിപ്പിക്കണം, ദുന്യവിയായ ഇൽമ പഠിപ്പിക്കണം, രണ്ടും പഠിപ്പിക്കണം. വിദ്യാഭ്യാസത്തിൽ വെച്ച് ഏറ്റവും വലിയ വിദ്യാഭ്യാസം ജീവിക്കാനുള്ള വിദ്യാഭ്യാസമാണ്. വിവരത്തിൽ വെച്ച് ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരമാണ്, മുസ്ലിമായി ജീവിക്കാനുള്ള വിവരം. അതിലെല്ലാം പെടും, നിക്കാരും പെടും, നോലമ്പും പെടും, കച്ചവടം പെടും, ഇടപാടുകൾ പെടും, സാമ്പത്തിക ഇടപാടുകൾ, ജിനായാത്തുകൾ, മുനാക്കഹാത്തുകൾ എല്ലാം പെടും. ജീവിക്കാനുള്ള വിജ്ഞാനമാണ് ഏറ്റവും വലിയ വിവരം. കുറേ വിവരമുണ്ടോ അവന് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവരം ജീവിക്കാനുള്ള വിവരമാണ്. അതുകൊണ്ട് രണ്ടും പഠിപ്പിക്കണം, ദീനും പഠിപ്പിക്കണം, ദുനിയാവും പഠിപ്പിക്കണം. ദുനിയാവ് എത്രയാണോ പഠിക്കുന്നത് അത്ര ദീനും പഠിപ്പിക്കണം. ദുനിയാവ് 3-ാം ക്ലാസ് ഉള്ളെങ്കിൽ ദീനും 3-ാം ക്ലാസ് ആയ വലിയ കുഴപ്പമൊന്നും പറ്റൂല. അവിടെ പെണ്ണുങ്ങൾ വർത്താനം പറയുന്നുണ്ടോ അടച്ചവന്? കുട്ടികളെ, പെൺകുട്ടികളെ ലോ, ചെറിയ കുട്ടികളെ ഇക്കാരം വലിയൊരു വർത്താനം പറയില്ലല്ലോ. ചെറിയ കുട്ടികളെ ഇക്കാരം, ചെറിയ കുട്ടികളെ, ചെറുതിൻ്റെ നേരെ വലിയ കുട്ടികളെ ഉണ്ടായിരിക്കും. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, അപ്പോൾ ഭക്ഷണം ഹലാലും തൊയ്യിബുമായിരിക്കണം എന്നുള്ളത് 3-ാമത്തെ കാര്യം. 4-ാമത്തേത് മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം. വിവരം ഉണ്ടായില്ലെങ്കിൽ ബറക്കത്തുണ്ടാവില്ല. ജീവിക്കാനുള്ള വിവരമാണ് ഏറ്റവും വലിയ വിവരം, അതുണ്ടാവണം. ദീൻ എത്രയാണോ പഠിക്കുന്നത് അത്ര ദുന്യാവും പഠിച്ചോട്ടെ, ദുന്യാവ് എത്രയാണോ പഠിക്കുന്നത് അത്ര ദീനും പഠിക്കണം. ദുന്യാവ് പഠിച്ച് അവസാനം MBBS ആയി. ദീൻ അപ്പോഴും 3-ാം ക്ലാസ് ആണെങ്കിൽ എന്തിനാ ഈ നിൽക്കാരൊക്കെ എന്ന് തോന്നും. 2-3-ാം ക്ലാസ് ആണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഓ നല്ല വിശ്വാസിക്കാരം, അല്ലെങ്കിൽ യുക്തിവാദിയാവും, അല്ലെങ്കിൽ നിരീശ്വരവാദിയാവും തന്നെ. അപ്പോൾ ഭൗതിക വിജ്ഞാനം എത്രത്തോളം ഉണ്ടോ അത്ര ദീനി വിജ്ഞാനം ഉണ്ടായിരിക്കണം. കാരണം അല്ലമൽ ഇൻസാന മാലം യഅലം എന്നതാണ് ശരീഅത്തിന്റെ നിയമം, ഖുർആനിന്റെ നിയമം. മനുഷ്യന് അറിയാത്തത് പഠിപ്പിക്കുക. ഒരു മനുഷ്യൻ്റെ അറിവ് എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അതിൻ്റെ അപ്പുറമായിരിക്കും ഖുർആനിൻ്റെ അധ്യാപനം. അതുകൊണ്ട് ഭൗതികമായ വിജ്ഞാനം എത്രയുണ്ടോ അതിനപ്പുറത്തേക്ക് ദീനിയായ വിജ്ഞാനം ഉണ്ടായിരിക്കണം. സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രധാനിയായിരുന്ന മൗലാന ഷൗക്കത്ത് അലിയോട് തൻ്റെ ഉമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു, എത്രേ മോനെ, നിന്റെ വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിജ്ഞാനം, നിന്റെ വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവരം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള വിവരമായിരിക്കണമെന്ന് എപ്പോഴും പറയും. അതുകൊണ്ട് തന്നെ ഷൗക്കത്ത് അലിക്ക് ഒരു പണി ഉണ്ടായിരുന്നു. ഷൗക്കത്ത് അലി എന്തെങ്കിലും ഒരു പുതിയ വിഷയത്തെക്കുറിച്ച് പഠിച്ചാൽ, ഇപ്പോൾ ഈ സാധനത്തിൻ്റെ പേര് മൈക്രോഫോൺ എന്നാണ് എന്ന് പഠിച്ചാൽ ഉടനെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് നബിതങ്ങളെ പറ്റി പുതിയ എന്തെങ്കിലും ഒരു വിവരം പഠിക്കും. വിവരത്തിൽ ഏറ്റവും വലിയ വിവരം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള വിവരമായിരിക്കണം എന്നതുമാതിരി നമുക്ക് ഭൗതികമായുള്ള വിജ്ഞാനം എത്ര കൂടുന്നുവോ അതിനനുസരിച്ച് ദീനീ വിജ്ഞാനം കൂടിയില്ലെങ്കിൽ യുക്തിവാദിയോ നിരീശ്വരവാദിയോ ആയി മാറാൻ എളുപ്പമാണ്. ലോകത്തെ ആകെ നമ്മൾ പരിശോധിച്ചാൽ 2 തരം അഭിപ്രായക്കാരാണുള്ളത്. ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, അതിൽ ഈമാൻ കൊള്ളുന്ന മതവാദികൾ, മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗം മെറ്റീരിയലിൽ വിശ്വസിക്കുന്ന ആളുകൾ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ലോകത്താദ്യമായി ശിർക്ക് വന്നിട്ടുള്ളത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പരിശോധിച്ചാൽ ലോകത്താകെ 2 വാദക്കാർ മാത്രമേ ഉള്ളൂ.
ഒന്ന് അള്ളാഹു ഉണ്ട് എന്ന വാദക്കാരും, രണ്ടാമത്തേത് മെറ്റീരിയലിൽ വാദിക്കുന്ന ആൾക്കാരും. മെറ്റീരിയലിസം എന്ന് പറയുന്നത് രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നതും ഒന്ന് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നതും. അതായത് അള്ള ഉണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടരും അള്ള ഇല്ല, ഇതിങ്ങനെ കഴിഞ്ഞുകൂടും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ കൂടി ചെമ്പും ഇരുമ്പും ഈയവും ഫോസ്ഫറസും പല സാധനം കൂടിയാണ്ട് മനുഷ്യനായി. കുറേ കഴിഞ്ഞാൽ ഓ മരിക്കും, മരിച്ചാൽ മണ്ണ് കൊണ്ടക്കും, മണ്ണ് കൊണ്ടുവച്ചാൽ ഇങ്ങനെ ഭയമായി തന്നെ ഇരുമ്പോട് ചേരും, മണ്ണോട് ചേരും, ഈയത്തോട് ചേരും, ഒക്കെ കൂടിയാണ്ട് തുമ്പില്ലാതാവും. അങ്ങനെ പഴയതുപോലെ ആകും, അങ്ങനെ അവസാനിക്കും എന്നൊരു വാദക്കാരും അല്ല. മണ്ണിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്, മരിക്കും, രണ്ടാമതും അവരെ ഹയാത്താക്കും എന്ന മതവിശ്വാസികളും. ലോക ചരിത്രത്തിലാകും ഇങ്ങനെ രണ്ട് അഭിപ്രായക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് അഭിപ്രായം ഒരേ അളവിൽ ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. ഭൗതികം പഠിക്കുന്നതിനനുസരിച്ച് മതം പഠിക്കണം. എത്ര കണ്ട് പഠിക്കുന്നുവോ, +2 വരെ സ്കൂളിൽ പോവുകയാണെങ്കിൽ +2 വരെ മദ്രസയിൽ പോകണം. അല്ല 4ാം ക്ലാസ് നിർത്തുകയാണെങ്കിൽ രണ്ടും നിർത്തിക്കോളി, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നിസ്കരിക്കാനും നോയമ്പെടുക്കാനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ്. ചില വിഷയങ്ങളിൽ നമുക്ക് ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ ആദ്യം തീരുമാനിക്കേണ്ട പല കാര്യം നമ്മൾ അവസാനം തീരുമാനിക്കും. അങ്ങനെയുണ്ട്. ആദ്യം തീരുമാനിക്കേണ്ട പല കാര്യം അവസാനം തീരുമാനിക്കും. ഒരാൾക്ക് 3 ആൺകുട്ടികളുണ്ടായിട്ട് ഒരാൾക്കും എൻ്റെ പേരിട്ടിട്ടില്ലെങ്കിൽ അവൻ നാളെ മഹ്ശറയിൽ എന്നെ കാണാൻ ശ്രമിക്കരുത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കസാല ഇല്ലാച്ചിട്ടാണ് നിൽക്കണമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കസാലകളുണ്ട്. നിങ്ങളിങ്ങനെ വയ്യിൽ നിൽക്കുമ്പോൾ ഒരു സുഖമില്ല. അതിന് സംഗതി ഞാൻ പിന്നെ കുറേ നേരത്തിന് പറയാതിരുന്നതാണ്. നിങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ റാഹത്തായിരുന്നു. മജ്ലിസുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം എന്നാണ്, നിൽക്കുന്ന സ്ഥലം എന്നല്ല. ഇൽമ് കേൾക്കാൻ ഇരിക്കുന്ന സ്ഥലം സ്വർഗത്തോപ്പാകുന്നു എന്നാണ് മജ്ലിസിൻ്റെ അർത്ഥം, നിൽക്കുന്ന സ്ഥലം എന്നല്ല. അതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ തന്നെ നിന്നോളി, കാലിന് ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണെങ്കിൽ നിന്നോളി. അല്ലാത്തവരാണെങ്കിൽ ആ വഴിയിൽ നിന്ന് പോന്നാൽ അതൊരു റാഹത്താണ്. പൊതുവെ വഴിയിൽ നിൽക്കുന്നത് ഒരു സുഖമില്ല എന്നാണല്ലോ. വഴി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലം ആണ് വഴി. പഴയകാലത്ത് തള്ളാരൊക്കെ പറയലുണ്ട് ഉമ്മരപ്പടിമ ഇരിക്കരുത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് ചെയ്ത്താൻ്റെ മക്കാമാണ് എന്നാണ്, പിശാച്ചിൻ്റെ മക്കാമാവുന്നു. അതുകൊണ്ടാണ് വഴിവക്കിലിരിക്കുന്നവരെ നമ്മൾ ആക്ഷേപിക്കും, വഴിയിലിരിക്കുന്ന ആളുകൾ. അപ്പോൾ വഴി ഒരു സുഖമില്ലാതെ വഴിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് കാണുന്നവർക്ക് കൂടി ബോധ്യപ്പെടുന്ന കാരണമുണ്ടായിരിക്കണം എന്നാണ്. ഇപ്പോൾ ഒരാൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് തൊള്ളിയും പൊളിച്ചിട്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ മീൻകാരനെ കാത്തിക്കാണ്, ഒപ്പ വരും എന്ന് പറഞ്ഞാൽ കേൾക്കണവനും മനസ്സിലായി, ആ ശരിയാണ്, മോട്ടോർ സൈക്കിളിൽ വരുന്ന മീൻകാരനാണ്, ആളുണ്ടായിരുന്നെങ്കിൽ ഓൻ ഷൂ എന്ന് പറഞ്ഞാൽ പോകും, ഇന്ന് മീൻ കിട്ടൂല, അപ്പോൾ അവിടെ നിൽക്കേണ്ട തന്നെയാണ് എന്ന് തോന്നണം. അല്ലെങ്കിലോ നഴ്സറിക്ക് പോയ കുട്ടീനെ കാത്തിക്കാണ്, അപ്പോൾ കേട്ട ആൾക്കും മനസ്സിലായി ശരിയാണ്, അതിവിടെ നിൽക്കേണ്ട തന്നെയാണ്, അല്ലെങ്കിൽ കുട്ടി പ്രശ്നമാവില്ല എന്ന് ഒഴിച്ചു. ഇങ്ങനെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ കേൾക്കണവർക്ക് കൂടി മനസ്സിലാവണം ഇവിടെ നിൽക്കേണ്ടത് തന്നെയാണ്. സാധാരണ ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ എന്താണ് ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചാൽ, അല്ല ഞാൻ വേറെ പണിയൊന്നുമില്ല അപ്പം ഇങ്ങോട്ട് പോകുന്നതാണ് എന്നാണ്. ഒരു പണിയില്ലാത്തവർക്ക് പോയിക്കാനുള്ള സ്ഥലമല്ല അവിടെ. ഒരു പണിയില്ലാത്തവർക്ക് നിൽക്കാനുള്ള സ്ഥലം പെരയാണ്. അവനാരുടെ പെരയിൽ എന്താ വെച്ചാൽ പെരയിൽ ഇങ്ങനെ നിൽക്കണം, ഒരു പണിയില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നതാണ്, ഒരു കുഴപ്പമില്ല. അങ്ങാടിയിൽ നിൽക്കാൻ കാരണം വേണം. അപ്പോൾ വഴി എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. തള്ളാർ പറഞ്ഞത് ശരിയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത തറദ്ദുദ് വസ്വാസ് എന്നതിനാ പറയാം. അല്ലാതെ യുവസ്ഫി സുദൂരിന്നാസ്, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതിരിക്കുക. അതിനിപ്പോൾ വെള്ളിയാഴ്ച പള്ളിയേക്ക് വന്നാലും പറ്റൂല, അതിനിപ്പോൾ കമ്മിറ്റിക്കാരൻ തന്നെയാണെങ്കിലും പറ്റൂല വാതിലേക്ക് ഇരിക്കാനും. അല്ല ഓൽക്ക് വേറെ നിയമമൊന്നുമില്ല, അവൻ കമ്മിറ്റിക്കാരൻ തന്നെയാണെന്ന് വിചാരിക്കുക, എന്നാലും വാതിലേക്ക് ഇരുന്നാൽ അത് പിശാച്ചിൻ്റെ മക്കാം തന്നെ ആവുന്നു. അതുകൊണ്ട് അങ്ങോട്ടോ മാറിയിരിക്കണം, ഉള്ളിൽ കടന്നിരിക്കണം. നമ്മളെല്ലാ കാര്യത്തിലും അങ്ങനെയല്ലോ. അപ്പോൾ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എവിടെ ചെന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം, 2 സ്ഥലത്ത് നിൽക്കരുത്. ഒന്ന് ഇൽമിൻ്റെ മജ്ലിസിലും, 2 നിക്കാഹിൻ്റെ മജ്ലിസിലും. നിക്കാഹ് നടക്കുന്ന സ്ഥലത്ത് നിൽക്കരുത്, അവിടെ ഇരിക്കണം. ഫോട്ടോഗ്രാഫർക്ക് നിൽക്കാം, എല്ലാവരും ഫോട്ടോഗ്രാഫർ ആകും ചെയ്യരുത്. അങ്ങനെ ഉണ്ടല്ലോ, മൊബൈലുള്ളവരൊക്കെ ഫോട്ടോഗ്രാഫർമാർ, അങ്ങനെയല്ലല്ലോ. ഫോട്ടോ എടുക്കുക, ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓടുക്കുക, ബാക്കിയുള്ളവർ നിക്കാഹിന് സാക്ഷിയാകുക എന്നല്ലാതെ. നിക്കാഹിനൊക്കെ ചെന്നാൽ എല്ലാവരും കാണാം മൊബൈലായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കണം.
എല്ലാവരും ഫോട്ടോ എടുക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓടിക്കുക, ബാക്കിയുള്ളവരെല്ലാവരും ഇരിക്കുമ്പോൾ 2 സ്ഥലത്ത് നിൽക്കരുത്. അതൊരു വലിയ അപകടമാണ്. ഒന്ന് ഇൽമിൻ്റെ മജ്‌ലിസിൽ, മജ്‌ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇൽമ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം സ്വർഗത്തോപ്പുകളിൽ വെച്ച് ഒരു തോപ്പാകുന്നു. ഇരിക്കണ സ്ഥലം, മറ്റേതിന് മഖാമുൽ ഇൽമ് എന്നാ പറയാം. നിൽക്കുന്ന സ്ഥലത്തിന് മഖാമുണ്ട്. എവിടെ? മക്ബറകൾ മഖാമാണ്, അവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. മജ്‌ലിസ് ആണ് മജ്‌ലിസുൽ ഇൽമ്. 2 സ്ഥലത്താണ് ആകെ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞത്. ഒന്ന് മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാകുന്നു. അവിടെ ശരിക്കുള്ളത് മജ്‌ലിസുൽ ഇൽമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഫത്തിൻ്റെ അഹ്ലുകാർക്ക് ഇൽമ പറഞ്ഞു കൊടുത്തിരുന്ന സ്ഥലമാണത്, വീടിൻ്റെയും മിമ്പറിൻ്റെ ഇടയിലുള്ള സ്ഥലം. അപ്പോൾ അവിടെ ശരിക്കും ഇൽമിൻ്റെ മജ്‌ലിസ് തന്നെ ഉള്ളത്. പിന്നെ രണ്ടാമത്തത് മജ്‌ലിസുൽ ഇൽമുമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ഇരിക്കണ ആരും ഇനി ഇതുവരെ നിങ്ങൾ അറിയാത്തതുകൊണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഈ ഇരിക്കണ ആരും ഇനി ഇൽമിൻ്റെ മജ്‌ലിസിൽ നിൽക്കരുത്. ഉള്ള സ്ഥലത്ത് പേപ്പർ ഇട്ടിട്ടാണെങ്കിലും ഇരുന്നിട്ട് നിൽക്കണം. നിക്കാഹിൻ്റെ സദസ്സിൽ നിൽക്കരുത്. കാരണം നിക്കാഹ് എന്ന് പറഞ്ഞത് ഒരു സ്വർഗീയമായ ഇബാദത്താണ്. ആദ്യത്തെ നിക്കാഹ് ആദം വല്ലിപ്പ സ്വർഗത്ത് നിന്ന് നടത്തിയതാണ്. അവസാനത്തെ നിക്കാഹ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ വെച്ച് നടത്തുന്ന മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണമാണ്. അതുകൊണ്ട് നിക്കാഹിൻ്റെ മജ്‌ലിസ് വളരെ പ്രധാനപ്പെട്ട സദസ്സാണ്. അതുകൊണ്ട് അവിടെ നിൽക്കാൻ പാടില്ല. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ആമീൻ അല്ലേ? അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ബറക്കത്തിൻ്റെ വഴികളൊന്നും ഒഴിവാക്കരുത്, ഒന്നും ഒഴിവാക്കരുത്. 5-മത്തേത്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നന്നായിട്ട് ദ്വാരക്കുക. ബറക്കത്തിൻ്റെ 5-ാം വഴി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നല്ലോണം ദ്വാരക്കണം. നമുക്കിന്ന് ദ്വാരക്കാൻ ഭയങ്കര മടിയാണ്. ദ്വാരക്കാൻ വേണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക, എന്നാലും നമുക്ക് ഒഴിവില്ല. അങ്ങനെയാണ്. ദുആ ഉണ്ട്, മജ്‌ലിസുൻ നൂറുണ്ട്, ദുആ ഉണ്ട് പറഞ്ഞാൽ ദ്വാരക്കാൻ കൊടുക്കണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം കേട്ടോ. നമുക്കതിന് ഒഴിവില്ല ദ്വാരക്കാൻ. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കൊടുത്തോളാം, എന്നാലും ദ്വാരക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്ക് മക്കളുടെ ദുആന്റെ അത്ര ഇജാബത്തുള്ള വേറൊരു ദുആ ഇല്ല. ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള ദുആ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നടത്തുന്ന ദുആയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നന്നായിട്ട് ദുആ ചെയ്യണം. 5-മത്തെ കാര്യം ദുആയാണ്. ഭക്ഷണം ചുരുക്കിയവരിൽ നിന്ന് മാത്രമേ വലിയ ചിന്തകൾ വന്നിട്ടുള്ളൂ എന്നാണ്. ഇപ്പോൾ മുമ്പ് വലിയ വലിയ ചിന്തകൾ വന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാം, മാലിക് ഇമാം, അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ തീറ്റപ്പണ്ടാരങ്ങളിൽ നിന്ന് വലിയ വലിയ ചിന്തകൾ ഒന്നും ലോകത്തിന് കിട്ടിയിട്ടില്ല. ഒലങ്ങനെ തിന്നു കുടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നേ ഉള്ളൂ. വയറ് കാലിയായവരിൽ നിന്ന് മാത്രമേ ലോകത്തിന് എന്തെങ്കിലും സംഭാവനകളും സന്ദേശങ്ങളും ലഭിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭക്ഷണം ചുരുക്കുക, ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുക, അതുപോലെ സുന്നത്തുകൾ ധാരാളമാക്കുക. ഇങ്ങനെയുള്ള 8 കാര്യങ്ങളിൽ എല്ലാവരും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മൾ വിചാരിച്ചാൽ നബിയാകുക എന്നുള്ളതിൻ്റെ താഴെയുള്ള ഏതും അധ്വാനിച്ചാൽ നേടാം. വലിയാകാം, സ്വാലിഹാകാം, ആബിദാകാം, ആലിമാകാം. നബി ആവാൻ കഴിയൂല. അത് അള്ളാഹുവിൻ്റെ ഇസ്തിഫാ ആണ്. അപേക്ഷ കൊടുത്താൽ കിട്ടൂല. ഒരാൾ 1000 റക്അത്ത് നിസ്കരിച്ചാൽ നബിയാകാൻ പറ്റൂല. അത് ഒരിക്കലും നടക്കൂല. അതിൻ്റെ താഴെയുള്ള ഏത് ദറജയും നമുക്ക് അധ്വാനിച്ചാൽ നേടാൻ പറ്റും. വറകട്ടേറിൻ്റെ മകന് വലിയാകാം എന്നതിൻ്റെ തെളിവാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മൂപ്പരെ മോശാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാണെങ്കിൽ അങ്ങനെ പറയണം, അതുകൊണ്ട് പറഞ്ഞതാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ വാപ്പ അബൂ സാലിഹ് കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്ന് അത് വിൽപ്പന നടത്തി റൊട്ടി വാങ്ങിക്കഴിച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അബൂ സാലിഹ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അറബി മുൻഷിൻ്റെ മകന് വലിയാകാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് അത്തിപ്പറ്റ ഉസ്താദ്. അതുകൊണ്ട് ആർക്കും നേരാകാൻ പറ്റും. വാപ്പ ഖുറൈശിയാകേണ്ട ആവശ്യമൊന്നുമില്ല. മകന് മൗലിയരാവാൻ, ആലിമാകാൻ, ആബിദാകാൻ, സ്വാലിഹാവാൻ, വലിയാകാൻ, ദുആക്ക് ഇജാബത്തുള്ളവനാവാൻ, ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എന്നത് മനസ്സിലാക്കുക. അധ്വാനിച്ചാൽ നേരാൻ കഴിയാത്ത ഒരു കാര്യമില്ല. നന്നായി അധ്വാനിക്കുക. അധ്വാനിക്കാൻ തയ്യാറുള്ളവൻ, ജുഹുദ് പരിശ്രമം ചെയ്യാൻ തയ്യാറുള്ളവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട്
നമ്മളെപ്പോഴും നമ്മുടെ കാര്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരും നല്ല ചിന്തയുള്ളവരുമായിത്തീരണം. ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകി എന്നുള്ളത് അള്ളാഹ് നമ്മളോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാരുണ്യമാണ്. എല്ലാവർക്കും ആ ഭാഗ്യം കൊടുത്തോണമെന്നില്ല. ഒരു മനുഷ്യനെ അള്ളാഹു അവൻ്റെ ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചു എന്നത് അവനെ അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ച ഒരാൾ ഇന്നെക്കൊണ്ട് ഇപ്പം അങ്ങനെ ഖൈറൊന്നും വിചാരിക്കേണ്ട, ഞാൻ പോവുകയാണ് പറഞ്ഞാണ്ട് പോകരുത്. നല്ലത് കേടെന്നാൽ ഏറ്റവും മോശമാവും. നാട്ടിൽ കല്യാണമുള്ള സമയത്ത് പള്ളിൻ്റെ മൂത്രപ്പരയിൽ ചെന്ന് നോക്കിയാൽ ദുർഗന്ധത്തിൻ്റെ റേഞ്ച് ഒന്നുകൂടി കൂടും. കാരണം എന്താ വെച്ചാൽ ബിരിയാണി കേടുന്നതാണ്, അതുകൊണ്ടാണ് ആ പ്രശ്നം. നല്ല കേടുന്നാൽ വളരെ മോശമായി. അപ്പോൾ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ കേസിലും ബർക്കത്തിനൊന്ന് മാപ്പിള ഉണ്ടാവുമല്ലോ. കള്ളുടിച്ചതാണെങ്കിലും വ്യഭിചരിച്ചതാണെങ്കിലും പെണ്ണുണ്ടായതാണെങ്കിലും മയക്കുമരുന്ന് വിറ്റതാണെങ്കിലും ഒക്കെ അങ്ങനെ പേപ്പറിലെടുത്തിട്ട് ഇങ്ങനെ പേര് നോക്കിയാൽ കണ്ണീരട്ടാതിരിക്കാൻ ഒന്ന് പിന്നെ അറബിയിലുള്ള പേരുണ്ടാവും. അതിൻ്റെയൊക്കെ പിന്നിലെ ചരിത്രം നോക്കിയാൽ യത്തീങ്ങാനെന്ന് ചാടിപ്പോയത്, ബോർഡിങ്ങിൽ നിന്ന് ചാടിയത്, ദർസിൽ നിന്ന് ചാടിയത്, അങ്ങനത്തെ സാധനങ്ങളേക്കാരം. അത് നല്ലത് കേടെന്നാൽ പറ്റ മോശമായി. നല്ല കേടെന്നാൽ അപ്പോൾ ഏതായാലും ഇതിൽ ഇറങ്ങിയൊരു ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്തിരിയാൻ പാടില്ല. വക്കുവെത്തിയിട്ടേ നിർത്താൻ പറ്റുള്ളൂ. വക്കുവെത്തിയിട്ടേ നിർത്താൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു വക്കുവെത്തിയിട്ട് അതൊരു ഓരോ വിഷയങ്ങൾക്കും ഓരോ പരിസമാപ്തി ഉണ്ടെന്നാണ്. അപ്പോൾ ആ സമാപ്തിയിലെത്തിയതിന് ശേഷം നിൽക്കാവൂ. വൈക്കന്ന് ഇറങ്ങിപ്പോയാൽ അത് വലിയൊരു കുരുത്തക്കേടാവും. അതുകൊണ്ട് ആരും വൈക്കത്തിന് ഇറങ്ങുകയോ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത്. ഇലാഹിയായ ഒരു വഴിയിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇലാഹിയായ ഈ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. കുരുത്തുള്ള എല്ലാ സാധനങ്ങൾക്കും കുരുത്തക്കേടുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും വലിയതിൻ്റെ കുരുത്തക്കേട് വാങ്ങിയാൽ ഏറ്റവും വലിയ കുരുത്തം കെട്ടവനാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വഴിയിൽ തന്നെ എല്ലാവരും ഉറച്ചു നിൽക്കണം. സുന്നത്തായ അമലുകൾക്ക് പ്രാധാന്യം നൽകണം. ഏത് വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. ബുദ്ധി വികസിക്കാനും നന്നായി ഇൽമ പഠിക്കാനും 6 സമയം പല്ലേക്കണമെന്ന് മുൻഗാമികളായ ഉസ്താദുമാർ പറയാറുണ്ട്. 6 സമയം പല്ലേക്കണമെന്ന 5 നിസ്കാരത്തിൻ്റെ ഒപ്പം തേക്കണം, രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും തേക്കണം. 6 സമയം പല്ല് തേച്ചാൽ നന്നായി ഇൽമ പഠിയും, നല്ലോണം ബുദ്ധി വികസിക്കും. പല്ലും ബുദ്ധിയും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ് മുൻഗാമികളായ ഗുരുനാഥന്മാർ ഉസ്താദന്മാർ പറഞ്ഞു തരാറുള്ളത്. മുത്തല്ലിമീങ്ങൾ എപ്പോഴും ഒതുണ്ടാക്കാൻ പോകുമ്പോൾ ബ്രഷേറ്റാണ് പോകൽ. അങ്ങനെ ഒന്ന് പല്ലേച്ചതിൻ്റെ ശേഷമാണ് ഒതുണ്ടാക്കൽ. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സൂക്ഷിക്കാം. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നന്നായി കയ്യും കാലൊക്കെ ഒന്ന് തേച്ച് ഒരു ഒതൊക്കെ ഉണ്ടാക്കിയിട്ട് വിരിപ്പ് നന്നായി വിരിച്ചതിന് ശേഷം ദിക്റും ദുആയൊക്കെ പതിവിനനുസരിച്ച് ചുരുങ്ങിയ നിലയിലെങ്കിലും ചൊല്ലിയിട്ട് അതിൽ കടന്ന് സുഖമായി ഉറങ്ങി രാത്രി നേരത്തെ എഴുന്നേറ്റ് സുബീൻ്റെ ശേഷം കിതാബുമ്മ തല വെച്ചിട്ടും ഉറങ്ങരുത്, വെക്കാതെ ഉറങ്ങരുത്. ഉറങ്ങാതിരിക്കുക. ഉറക്കം വരികയാണെങ്കിൽ നീച്ച് നടക്കുക. സുബീൻ്റെ ശേഷം ഉറങ്ങണവൻ്റെ ചെവിയിൽ ശൈത്താൻ പാത്തുന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ നിയന്ത്രണം പിശാചി ഏറ്റെടുക്കുമെന്നാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത വേണം. ഓനാണ് ദറജുള്ള ആൾ എന്ന് പറയണത്. വലിയ വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കും. 10,000 രൂപ പാത്തക്കാൻ കള്ളൻ്റെ അടുത്ത് കൊടുത്താലും ഓൻ അതിങ്ങനെ കൈ പിടിച്ചുകാണ്ട് നിൽക്കും. ഒരാൾ മൂത്രയിക്കാൻ പോയപ്പോൾ ഒരു കള്ളൻ്റെ അടുത്ത് ഒരു 10,000ൻ്റെ കെട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുവിടെ പിടിക്ക്, ഞാനൊന്ന് മൂത്രയിച്ചുകാണ്ട് വരാറിഞ്ഞാൽ അതും കൈ പിടിച്ചുകാണ്ട് ബേജാറായിട്ട് ഇങ്ങനെ നിൽക്കും. ആ ചെങ്ങായി മൂത്രമൊഴിച്ച് വന്നിട്ട് ഇതാണ് കൊടുത്തിട്ട് വേണം എനിക്ക് കക്കാൻ പോകാൻ എന്നാണ് അവൻ്റെ തീരുമാനം. 10,000 സൂക്ഷിക്കാൻ കള്ളനെ ഏൽപ്പിച്ചാലും നടക്കും. 10 പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തഖിയായ മനുഷ്യന് മാത്രമേ സാധ്യമാവുള്ളൂ എന്നതാണ്. ചെറിയ കാര്യത്തിലാണ് വലിയ സൂക്ഷ്മത വേണ്ടത്. വലിയ കാര്യം നമ്മളെല്ലാവരും സൂക്ഷിക്കണവർ തന്നെ ഇക്കാരം. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കണം. എപ്പോഴും നമ്മൾ പള്ളിയുമായി ബന്ധപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ ആദാബുകൾ പാലിക്കേണ്ടതുണ്ട്. പള്ളിൻ്റെ എല്ലാ ആദാബും പാലിക്കണം. കീറിയ പനിയിട്ടുങ്ങാണ്ട് അവത്ത പള്ളി കൂടെ അങ്ങനെ നടത്തരുത്. കീറിയ പനിയിട്ടുങ്ങാണ്ട് കടക്കുമ്പോഴൊക്കെ എന്നിട്ടാൽ അങ്ങനെ ആയിക്കോട്ടെ. അതൊക്കെ നല്ല തുണിങ്കൊപ്പായി എടുത്തുങ്ങാണ്ട് ഇനി കള്ളിത്തുണിയാണെങ്കിൽ തന്നെ നല്ലൊരു കോലുള്ളത് ആഴ്ചക്ക് നാട്ടിൽ പോകുമ്പോൾ ഒന്ന് ഇരിസ്തിരിട്ട് തിരുമ്പി നേരാക്കിയിട്ടൊക്കെ കൊടുന്ന് നല്ലൊരു കള്ളിത്തുണിയും കുപ്പായൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ല കോലത്തിൽ പള്ളീൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം. അങ്ങനെയൊക്കെയുള്ള അദബ് പാലിക്കുക, ഷിആറുകൾ ഉണ്ടായിരിക്കുക, പള്ളിയോടുള്ള അദബ് പാലിക്കുക. നമ്മൾ അധിക സമയവും പള്ളിയിൽ ചിലവാക്കുന്ന ആൾക്കാരാണ്. പള്ളി കയറുക എന്നതിനേക്കാൾ പ്രധാനമാണ് പള്ളിയുമായി ബന്ധപ്പെടുന്ന അദബുകൾ പാലിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അദബുകളെ പാലിക്കണം. ഇടയ്ക്കൊക്കെ മുക്കറില്ലാത്ത സമയത്തൊന്ന് ബാങ്ക് കൊടുക്കുക. ഈ
പിന്നെ ഇലാമിൻ്റെ ബാങ്ക് തമ്മീസില്ലാത്ത തക്ലീഫില്ലാത്ത ആളുകളിൽ നിന്ന് പറ്റൂലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേ സമയത്ത് പഠിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്നതിന് വിരോധവുമില്ല. അപ്പോൾ ബാങ്ക് കൊടുക്കൽ ഒരു നല്ല അമലാണ്. ബാങ്ക് കൊടുക്കുന്നവർ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് ഞങ്ങളോട് എന്തിനാ പറഞ്ഞു വെച്ചാൽ പള്ളിക്കത്തെ മുക്രിനെ നല്ലവരും ബഹുമാനിക്കണം എന്ന് പറയാനാണ്. മുക്രിമാനെ നല്ലവരും ബഹുമാനിക്കണം. ഓല അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണിച്ചുകൊണ്ട് അടയാളമുള്ള ആൾക്കാരാണ് ഓല്. വലിയ സംഗതിയാണ്. നിസ്കരിച്ചതിനേക്കാൾ പ്രധാനമാണല്ലോ നിസ്കരിച്ചാൽ വിളിക്കാറുള്ളത്. നിസ്കാരത്തിൻ്റെ പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നിസ്കരിക്കാൻ വിളിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. 5 നേരം മനുഷ്യന്മാരെ നിസ്കാരെ ഓർമ്മപ്പെടുത്തുന്നു, നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്നു. ഈ ആളാണ് മുഅദ്ദിൻ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് മുഅദ്ദിനെ ബഹുമാനിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. കമ്മിറ്റിക്കാരെ ബഹുമാനിക്കണം, പ്രസിഡന്റിനെ ബഹുമാനിക്കണം, പ്രായമായവരെ ബഹുമാനിക്കണം. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽപ്പെട്ടതല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ വലുപ്പം ചെറുപ്പം എങ്ങനെ തീരുമാനിക്കൽ? വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം. ഈ വലുപ്പം ചെറുപ്പം എങ്ങനെ തീരുമാനിക്കാന്നാണ്. പ്രായം കൊണ്ടാണോ, ഇൽമു കൊണ്ടാണോ, സിയാദത്ത് കൊണ്ടാണോ, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടാണോ, അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കൊണ്ടാണോ, എന്തുകൊണ്ടാണ് വലുപ്പം ചെറുപ്പം തീരുമാനിക്കേണ്ടത്? സത്യത്തിൽ എല്ലാം കൊണ്ടുമാണ്. എല്ലാം കൊണ്ടുള്ള വലുപ്പം, എല്ലാം കൊണ്ടുള്ള ചെറുപ്പമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ ബഹുമാനം എന്നതും കാരുണ്യം എന്ന് പറഞ്ഞതും പേര് കൊണ്ട് രണ്ടും അമല് കൊണ്ട് ഒന്നുമാണ്. നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഇരിക്കുന്ന സമയത്ത് ഒരു വയസ്സായ ആൾ നമ്മളെ സദസ്സിക്ക് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾക്ക് ഇരിക്കാൻ സീറ്റില്ല. എന്നാൽ ഒരു സമത് വയസ്സിൽ നീച്ചിങ്ങാണ്ട് മൂപ്പർക്കൊരു സീറ്റ് കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്. സമത് വയസ്സിൽ അവിടെ അങ്ങനെ കാണാണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ്. നീച്ചിങ്ങാണ്ട് ഒരു സീറ്റ് കൊടുത്താൽ അതിൻ്റെ പേര് ബഹുമാനം എന്നാണ്. അതേ സമയത്ത് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കടന്നു വന്നപ്പോൾ സീറ്റില്ല. എന്നാൽ സമത് വയസ്സിൽ നീച്ചിങ്ങാണ്ട് സീറ്റ് കൊടുക്കുന്നതിൻ്റെ പേര് കാരുണ്യം എന്നാണ്. രണ്ടും സീറ്റ് കൊടുക്കലാണ്. ബഹുമാനവും കാരുണ്യവും അമല് കൊണ്ട് ഒന്നും, പേര് കൊണ്ട് രണ്ടുമാണ്. രണ്ടും ഒരേ അമലാണ്. അത് വലിയവരോട് ചെയ്താൽ പേര് ബഹുമാനം എന്നായി, ചെറിയവരോട് ചെയ്താൽ പേര് കാരുണ്യം എന്നായി എന്നേ ഉള്ളൂ. അമല് കൊണ്ട് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് മുതിർന്നവരോടുള്ള അതേ സമീപനമാണ് കുട്ടികളോടും കാണിക്കേണ്ടത്. വയസ്സന്മാരെ ചീത്തറിയാൻ പറ്റൂല, കുട്ടികളെയും ചീത്തറിയാൻ പറ്റൂല. വയസ്സന്മാരെ കളിയാക്കാൻ പാടില്ല, കുട്ടികളെയും കളിയാക്കാൻ പാടില്ല. വയസ്സന്മാരെ ഇരിക്കണോട് നീപ്പിച്ചാൻ പാടില്ല, കുട്ടികൾ ഇരിക്കണോട് നീപ്പിച്ചാൻ പാടില്ല. കുട്ടികളൊക്കെ പോയിടാന്ന് എവിടുക്കോണു? നേരത്തെ വരായിട്ടല്ലേ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറല്ലാനേ കുട്ടികളൊക്കെ പോയിടാ, ഒക്കെ ബാക്കൊക്കെ പോയി. നേരം വെക്കി വന്ന് കണ്ടേ. അല്ല, സംഗതി കുട്ടി വേണ്ടത് ബാക്കിൽ ഇരിക്കുന്നതായിരുന്നു. അത് വേറൊരു കാര്യമാണ്. ഈ ബഹുമാനിക്കലും കാരുണ്യം കാണിക്കലും അമലും കൊണ്ട് ഒന്നാണ് എന്ന്. ഇപ്പം എന്തായാലും ഓല നേരത്തെ വന്നതല്ലേ, ഓല അവിടെ ഇരുന്നോട്ടേന്ന് തീരുമാനിക്കലാണ് കാരുണ്യം. എന്നാലും ഇപ്പോൾ മൂപ്പര് നേരം വൈകിട്ടാണെങ്കിലും പ്രായമായ ആളല്ലേ, ഞാൻ നീച്ചട്ടെ എന്ന് കുട്ടി തീരുമാനിക്കലാണ് ബഹുമാനം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം ഉണ്ടായാൽ പ്രശ്നമൊന്നുമില്ല. രണ്ടും അമല് കൊണ്ട് വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ. രണ്ടും അമല് കൊണ്ട് ഒന്നാണ്, പേര് കൊണ്ട് വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വലിയവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കാരുണ്യം കാണിക്കണം. പല ഹദീസുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പല ഹദീസും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. ഹദീസ് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ വേറെയും പോകുന്നു, നമ്മളെ വഴിക്ക് ഇങ്ങനെ വേറെയും പോകുന്നു എന്നാണ്. അപ്പോൾ വലിയവരോട് കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞതിൽ എല്ലാം പെടും. സമ്പത്ത് കൊണ്ട് വലുപ്പവും ചെറുപ്പമുള്ളവർ, അതും വലിയവരും ചെറിയവരും തന്നെയാണ്. വാഹനം കൊണ്ട് വലിയതും ചെറുതും. ഒരാൾ മോട്ടോർ സൈക്കിളിലും പോവുകയാണ്, ഒരാൾ കാറിലും പോവുകയാണ്. ഒരാൾ വലിയ ആളും ഒരാൾ ചെറിയ ആളുമാണ്. ജംഗ്ഷനിലെത്തി. മോട്ടോർ സൈക്കിളേരം വിചാരിക്കണം കാറിൽ വരുന്ന ആൾ വലിയ ആളല്ലേ, മൂപ്പര് ആദ്യം പോയിക്കോട്ടെ. കാറേരം വിചാരിക്കണം ബൈക്കുമ്പോൾ വരുന്ന ആൾ ചെറിയ ആളല്ലേ, മൂപ്പര് ആദ്യം പോയിക്കോട്ടെ എന്ന്. ഒരു കുഴപ്പമില്ല. നേരെ ഓപ്പോസിറ്റ് ഞാൻ വലിയ ആളാണെന്ന് ഇവനും തോന്നി, ഞാൻ ചെറിയ ആളാണെന്ന് ഞാൻ ആദ്യം പോകണമെന്ന് മറ്റോനും തോന്നി. അതാ പ്രശ്നമായത്. മറ്റോൻ പോയിക്കോട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാറ്റിലും ഉണ്ട് ഈ വലുപ്പം ചെറുപ്പം എന്ന് പറഞ്ഞത്. പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ
ഉമ്മ മോളോട് പറയാണ്, മോളെ പാലിൽ ലേശം വെള്ളം ചേർക്ക്. അപ്പം മോള് പറഞ്ഞു, ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ പറ്റൂല. ഉമ്മ പറഞ്ഞു, അതിന് ആരും കാണില്ലല്ലോ. ഖലീഫ ഉമറൊക്കെ കൂർക്കം വലിച്ചുറങ്ങിക്കാനം ആരും കാണില്ലല്ലോ. അപ്പം മോള് പറഞ്ഞു, ഉമ്മ ആര് കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നതാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിന് പേരൻ്റെ പുറത്തുനിന്ന് ഈ വർത്തമാനം കേട്ടു. രാവിലെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ 4ാമത്തെ വളവ് കഴിഞ്ഞിട്ടുള്ള 5ാമത്തെ പേരയിൽ ഒരു പെൺകുട്ടിയുണ്ട്, ഒന്ന് പോയി കണ്ടിട്ട് വാന്ന് പറഞ്ഞു. മോന് കണ്ട് പറ്റുകയാണെങ്കിൽ എന്നെക്കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പറഞ്ഞു. മോൻ പോയി നോക്കി വന്നു, പറ്റി, നിക്കാഹ് കഴിച്ചു. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, പാലിൽ വെള്ളം ചേർക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പശുവിനെ വളർത്താത്തത്. ചേർക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പശുവിനെ വളർത്താത്തത്. പാലിൽ മാത്രമല്ലല്ലോ വെള്ളം ചേർക്കാൻ പറ്റാത്തത്, സോപ്പിലും പറ്റൂലല്ലോ. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട്, ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് കയ്യക്കിനോടത്ത് പോയോക്കൊണ്ട് സോപ്പിൽ വെള്ളം പറഞ്ഞിട്ടുണ്ടാവും. പാലിൽ മാത്രം, മുളകും പൊടിയിലും ചേർക്കാൻ പറ്റൂലല്ലോ വെള്ളം. കുരുമുളകും പൊടിയിലും പിന്നെ ഇരുമ്പിൻ്റെ കഷ്ണം ചേർക്കാൻ പാടില്ലല്ലോ, ഒന്നിലും പാടില്ലല്ലോ. അത് പാലിന് മാത്രം ബാധകമായ ഹുക്കുമാണോ? എല്ലാറ്റിനും ബാധകമാണല്ലോ. അപ്പം ഹദീസുകളൊക്കെ അതിൻ്റെ വഴിക്ക് വേറി, നമ്മളൊക്കെ നമ്മളെ വഴിക്ക് വേറിയും പോയാൽ പിന്നെ എങ്ങനെ ഉണ്ടാകുക? നമ്മൾ പഠിച്ച ഹദീസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എന്ന് കണ്ട് കാര്യമില്ല. പഠിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൂടെയുണ്ടെങ്കിൽ അതൊരു വലിയ ഹൈറാകും, അതൊരു ബർക്കത്താവും. അതുകൊണ്ട് സുന്നത്തായ അമലുകൾ പാലിക്കുക, ഉള്ള ഇൽമു കൊണ്ട് അമൽ ചെയ്യുന്നവരായി മാറിയാൽ അള്ളാഹുവിങ്കിൽ നിന്ന് നാഫിയു ആയ ഇൽമ്, വഹബിയായ ലദുന്യായ ഇൽമ് നമുക്ക് നൽകപ്പെടും. ആലിമീങ്ങൾ ഓരോരുത്തരായി പോകുന്നു എന്നത് ഭൂമിയുടെ ചുരുക്കമാണ് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, ഭൂമി അതിൻ്റെ ഭാഗങ്ങളായി ചുരുങ്ങിപ്പോകുന്നതിനെ നിങ്ങൾ കാണുന്നില്ലയോ എന്ന്. ഭൂമി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭൂമി യഥാർത്ഥത്തിൽ ചുരുങ്ങണില്ലല്ലോ. മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഭൂമി കടലെടുത്തു എന്ന് പറയും. കടലെടുത്താലും കടലിലുണ്ടല്ലോ, ചുരുങ്ങിയിട്ടില്ലല്ലോ. ഭൂമി ചുരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലവാരം ചുരുങ്ങലാണ്. ഐ മൗത്തുൽ ഉലമാഇ വസ്സുലഹാ, സ്വാലിഹീങ്ങളും ആലിമീങ്ങളും മരണപ്പെട്ടു പോകലാണ്. അതാണ് ഭൂമിയുടെ നിലവാര ചുരുക്കം എന്ന് പറയുന്നത്. ഓരോന്നും പോകുമ്പോൾ അതിനൊത്തതോ അതിനേക്കാൾ മുന്തിയതോ വരുന്നില്ല, അതിൻ്റെ താഴെയുള്ളതേ വരുന്നുള്ളൂ. അതുകൊണ്ട് ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, സലാഹിയത്തിൻ്റെ അഹ്ലുകാർ, ദാക്കിരിങ്ങൾ എല്ലാവരും ദീർഘായുസ്സിന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണമെന്നാണ്. അല്ലാഹു